നിങ്ങൾക്കറിയാമോ ഒരു ഹെൽത്തി സെല്ലും ഒരു ഡയബറ്റിക് സെല്ലും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഒരു ഹെൽത്തി സെൽ എംപ്റ്റി ആയിട്ടുള്ള ഒരു ബാസ്ക്കറ്റിന് തുല്യമാണ്. അതിനകത്ത് ആവശ്യത്തിന് സ്ഥലമുണ്ട്, അതായത് സ്പേസ് ഉണ്ട്. സോ ഗ്ലൂക്കോസിന്റെ അളവ് ബ്ലഡിൽ കൂടിയാലും ഈ ഗ്ലൂക്കോസിനെ സെല്ലുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയുന്നത് ഇൻസുലിന് ഈസി ആയിട്ട് സാധിക്കും. പക്ഷെ ഡയബറ്റിക് സെല്ലിന്റെ കാര്യത്തിലോ, ഡയബറ്റിക് സെൽ എന്ന് പറയുന്നത് ഒരുപാട് കച്ചറകൾ നിറഞ്ഞിട്ടുള്ള ഒരു വേസ്റ്റ് ബാസ്ക്കറ്റിന് തുല്യമാണ്. അതിനകത്ത് ഓൾറെഡി കുറെ ടോക്സിൻസ്, അനാവശ്യമായ വേസ്റ്റ് വസ്തുക്കൾ ഇതൊക്കെ നിറഞ്ഞിരിക്കും. അപ്പൊ ഓൾറെഡി നിറഞ്ഞിരിക്കുന്നിടത്തേക്ക് ബ്ലഡിലുള്ള ഗ്ലൂക്കോസിന്റെ അളവ് കൂടിയാലും അത് ഈ സെല്ലുകളിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരിക്കും. സോ സെൽസ് ഇൻസുലിന് പ്രോപ്പർ ആയിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. സോ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ള ഈ പ്രശ്നത്തെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് സെൽ ഡീടോക്സിഫിക്കേഷൻ. അതായത് സെല്ലിൽ ഓൾറെഡി ഉള്ള വേസ്റ്റ് ഐറ്റംസിനെ എങ്ങനെ റിമൂവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റി ആലോചിക്കുക. അതുകൂടാതെ ഓവറായിട്ട് വീണ്ടും വേസ്റ്റ് ഐറ്റംസ്, ഗാർബേജ് ഐറ്റംസ്, അത് പല രീതിയിലാവാം. ജങ്ക് ഫുഡിന്റെ ഫോമില്, പ്രോസസ്ഡ് ഫുഡ്, റിഫൈൻഡ് ഫുഡ്സ്, ഇങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോഴാണ് അത് വേസ്റ്റിന്റെ രൂപത്തിൽ നമ്മുടെ സെല്ലുകളിൽ ഡെപ്പോസിറ്റഡ് ആവുന്നത്. സോ അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കുന്നതും കുറയ്ക്കുക. അതിലൂടെ നമുക്ക് ഡയബറ്റീസിനെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയും ചെയ്യും.